ഇനിയാണ് മോനെ കളി. നിങ്ങൾക്ക് കാണാറില്ല, സൂര്യൻ അവിടെ നിന്ന് കറക്റ്റ് വരുന്നുണ്ട്. ലൈന് നോക്കി എന്തൊരു കഷ്ടാക്കി. കുറേ നാളായി ക്യാമറ വാങ്ങിച്ചിട്ട് ലോഡിങ്ങിന്റെ ഒരു വീഡിയോ എടുക്കണം വെച്ചിട്ട് നിൽക്കണം. പക്ഷേ എന്താ വെച്ചാൽ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങിയപ്പം എല്ലാ ലോഡിങ്ങും എന്താ പറയുക ഫുള്ള് മാനുഫാക്ചറിങ് കമ്പനികളാണ് ഇപ്പോൾ ഉണ്ടാവണേ. ഔഡി, BMW, മെഴ്സിഡസ്, വോക്സ്വാഗൻ, അവിടെ ഒന്നും നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഉള്ളത് നെതർലാൻഡിലുള്ളത് യൂസ്ഡ് കാർ കയറ്റാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്, പിന്നെ കുറച്ച് വെയിലുണ്ട്. അതിന് കാലത്തൊക്കെ നല്ല മഴയായിരുന്നു, കുറച്ച് വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 8 വണ്ടി ഉണ്ട്, അത്യാവശ്യം നടക്കാണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ യൂസ്ഡ് കാർ പല സ്പോട്ടിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്, പല സ്ഥലത്ത്. എന്തായാലും ഒരു 3-4 കിലോമീറ്റർ മിനിമം ഇന്ന് നടക്കണം ഈ വണ്ടികൾ കയറ്റാൻ വേണ്ടി മാത്രം. അത് വണ്ടികൾ കണ്ടുപിടിച്ചിട്ട് വേണം വണ്ടികൾ ലൈനിലിട്ട് പിന്നെ കയറ്റി തുടക്കാം, ലോഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ലോഗാണ്, അത്യാവശ്യം നടക്കാണ്ട്. ഫുള്ള് യൂസ്ഡ് കാർസാണ്. അവിടെ ലോഡിങ് പ്ലേസ് അവിടെയാണ്. ഇവിടെ എവിടെയോ നമ്മളൊരു ഫസ്റ്റ് വണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. വണ്ടിയുടെ ചാവി വന്നിട്ടുണ്ട്, കിയയുടെ നീറോ ആണ് വണ്ടി. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അൺലോക്ക് ഈ അമർത്തന്നെ വേണം. ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കിയ നോക്കി നോക്കാം, അൺലോക്ക് അമർത്തന്നെ ചെയ്യണം. പക്ഷേ അതുകൊണ്ടൊന്നും കേൾക്കാനൊന്നുമില്ല. ഈ നീറോ എന്നൊക്കെ പറയുന്നത് ഏകദേശം ആ മോഡലാണ്. ഇങ്ങനാണോ ഇതാണ് എനിക്ക് നീറോ എന്ന് പറയുന്ന മോഡല്. പക്ഷേ ഇതല്ല, ഇതാണ് നീറോ. പക്ഷേ ഇതല്ല, വണ്ടി ഇതല്ല. അതാണ് തന്നെ എടാ, മറ്റേ കീ വർക്കില്ല. അതാണ് സംഭവം. ഇതന്നെ സംഭവം. ഇങ്ങനെ തപ്പി കണ്ടില്ല. അപ്പോൾ ഒരെണ്ണം നമ്മൾ കണ്ട് നമുക്ക് 2 ചാർജിങ് കേബിൾ പറഞ്ഞിട്ടുണ്ട് കമ്പനി. അപ്പോൾ അതിലുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വെക്കട്ടെ, ചാവി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. 4 ഗേഡ് ഇട്ട് വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ വണ്ടി എവിടെ ഉള്ളത്. 4 ഗേഡ് ഇട്ട് വെച്ച് നമ്മുടെ അംഗം കൂടി തുറന്നു വെച്ചാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും എവിടെ വണ്ടി ഉള്ളത്. ഇനിയിപ്പോൾ അടുത്തത് സെക്ഷൻ അപ്പുറത്താണ്. B 8 വണ്ടിയുണ്ട്. ബിയുടെ ചാവി ഞാൻ ബി അത് കെയാ. ഇതിങ്ങനെ സെക്ഷൻ കുറേ ഉണ്ട്. അത്യാവശ്യം നടന്ന് പറ്റിയാവും. ഒരു മിനിമം ഒരു 4 കിലോമീറ്ററെങ്കിലും നടക്കാണ്ട് സംഭവം. എന്തായാലും നോക്കുന്ന പരിപാടി. ഈ ഉണ്ട്, അടുത്ത ഏതാ നോക്കട്ടെ. അടുത്തത് D ആണ്. ഡിയിലെ കാണും. ഹലോ, ഇതൊക്കെ ലോഡൊക്കെ വന്നതാണ്. ഇതാണ് ഡിയിൽ നിസാൻ്റെ കുഷാക്കി ഉണ്ട്. കുഷാക്കെ എന്താണ് അതിന് പറയുക. അപ്പോൾ അത് തപ്പണം. കിട്ടണം മോനെ, ഫസ്റ്റ് തന്നെ കിടക്കണം നോക്കി. ഇത് നിസാൻ്റെ കുഷാക്കി അതാ പഴയ വണ്ടികളാണ് കേട്ടോ. എന്താ വെച്ചാൽ യൂസ് പറഞ്ഞ് പഴയ വണ്ടിയാണല്ലോ. എന്തായാലും നമുക്ക് പന്ത്രണ്ട് ആവശ്യമില്ല. അപ്പോൾ ഇതിന് ഇവിടെയായി. അപ്പോൾ ഇവൻ്റെയും ട്രങ്ക് നമുക്ക് പൊന്തിച്ച് വയ്ക്കാം. എൻ്റെ പൊന്നോ, ഇല്ല മാനുവലാ, അതാണ് ഇങ്ങോട്ടെ, ഓട്ടോമാറ്റിക്കല്ല. ഇതിനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യല്ല. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ എല്ലാ ഭാഗം ഫോട്ടോ എടുക്കാണ്ട്. അതാണ് അത് ഏരിയയാണ് സംഭവം. ഫുള്ള് യൂസ്ഡ് കാർസാണ് സംഭവം. ഇതൊക്കെ യൂസ്ഡ് കാർസ് കൊടുന്ന് വെക്കണ വണ്ടികളാണ്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഇ ഉണ്ട്. ABCD ഇയിൽ 2 വണ്ടിയുണ്ട്. അപ്പോൾ ഇത് ഇ ആണ് കേട്ടോ, ഈ സെക്ഷൻ. അതും കിയയുടെ മറ്റേ നീറോ തന്നെയാണ്. ഒരു ചാവി ഉള്ളേ ആക്കണം. 2 ഇതിൽ 2 ഞാൻ വിചാരിക്കണം. 2 നീറോടെ നിൽക്കണത് ഇതല്ല. ശോ, ഇതല്ല കേട്ടോ, ഇതല്ലടാ. ഏതാ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ചിപ്പ് മറ്റേ നമ്പർ പോയി. അപ്പോൾ അത് നോക്കിയാൽ നീറോ N37HF നീറോ തന്നെയാണ്. ഇതല്ല കേട്ടോ, മറ്റേ ചാവി നോക്കിയോളാം. മറ്റേ ചാവി എടുത്തേ
ഏതെങ്കിലും ഒന്ന് അയ്യോ ഇത് വേറെ ഒപ്പലിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതാവണേ ഭഗവാനെ ഒപ്പൽ. ആ യെസ് ഒപ്പൽ കിട്ടി. തപ്പിട്ടേ നട്ടപ്രാന്ത് പിടിക്കും. തപ്പിട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നടന്ന് ആദ്യം വണ്ടിയൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് വണ്ടികൾ ഫുള്ള് കണ്ടുപിടിക്കും. വണ്ടി എവിടെ കിടക്കണിട്ടാ, വണ്ടി അങ്ങ് ദൂരെ കിടക്കണ്ടാ. ഈ നീറോ ഇപ്പോൾ അവിടെ ഒരു നീറോ കിടക്കുന്നുണ്ട്. ആ ഇവിടെ 2-3 നീറോ കിടക്കുന്നുണ്ട്. നോക്കി നോക്കാം. ആ അതാ കണ്ട് മിന്നുന്നു. അതാണ് മിന്നണ്. എനിക്ക് ടോട്ടൽ 4 നീറങ്ങനെ ഉണ്ട്. എൻ്റെ അമ്മ ആവശ്യമുണ്ടോ ചിലപ്പോൾ നമ്മളായിട്ട് എന്തിനാ വെറുതെ എടുക്കട്ടെ. എന്തിയും ട്രങ്ക് ഇവിടെ പൊന്തിച്ചോക്കാം. ഇതിലും 2 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അതൊക്കെ നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞു തോന്നും കേട്ടോ. പോക്കറ്റ് നിറച്ചേ ചാവിയാ ഇത് എല്ലാം അത്യാവശ്യം നടക്കാണ്ട് ജി പെട്ടെന്നായിപ്പോൾ 1, 2 അവിടെ 3, 4 വണ്ടി ആയല്ലേ. കെ 2 ഇനി 4 ഉണ്ട്. അപ്പോൾ അടുത്തത് എഫ് ജി അല്ലേ. ഞാനിപ്പോൾ ജിയിൽ നോക്കി നോക്കാം. ഈ അതിൻ്റെ എഫ് അത്യാവശ്യം നടന്ന് എൻ്റെ പണിക്കൂട്ടും തീരും. വേറെ രക്ഷയില്ല ഈ എഫ് അതിൻ്റെ. ചില സമയത്ത് ചില വണ്ടികൾ സ്റ്റാർട്ടാവില്ല. കഴിഞ്ഞാട്ട് വന്നിട്ടൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ അമ്മാതിരി വെള്ളം ഇട്ട് 5-6 മണിക്കൂർ എടുത്ത് ഇവിടുന്ന് ലോഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. കാരണം വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ഞാൻ വീണ്ടും അവിടെ പോയി അവിടുന്ന് മറ്റേ നമ്മളെ ബൂസ്റ്റർ എടുത്തിട്ട് വന്ന് എന്നിട്ടൊക്കെയാണ് വണ്ടി സ്റ്റാർട്ടാക്കിയത്. ഇത് നീറോ തന്നെയാണ്. ഇവിടെ നടന്ന് കിടക്കണ്ടേ നീറോ ഇത് നീറോ തന്നെയാണ് സംഭവം. പക്ഷെ ഇവിടെ 2 നീറോ കിടക്കുന്നുണ്ട്. ആ ഓക്കെ കിട്ടി. ഇത് സൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലേ. ഇവന്മാർ സൗണ്ട് ഇട്ടിട്ടില്ല. ഒന്നിനും സൗണ്ടൊക്കെ എടുത്ത് കളഞ്ഞു പോകും. സൗണ്ട് നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് അന്ന സ്ഥലത്ത് സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവും. ഇത് സൗണ്ടും ഇല്ല. നമ്മൾ ഈ ലൈറ്റ് തപ്പിയിട്ട് ഇങ്ങനെ നടക്കണം. ചിലതാണെന്ന് തന്നെ ഇതിൻ്റെ റിമോട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ വക ഞാൻ തുടങ്ങി. ഇന്നിപ്പോൾ 5 വണ്ടി വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഇതാ എഫ് ഉണ്ടാ 2 കെ ഉണ്ട്, ഒരു എല്ലിലും ഉണ്ട് അല്ലേ. 2 കെയിലും ഒരു എല്ലും ആണ്. ആ മൂലൊക്കെ നടക്കണം. അപ്പോൾ എല്ലത്തെ ഫസ്റ്റ് ലാസ്റ്റത്തെ വണ്ടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടാം. എന്നിട്ട് എല്ലാ വണ്ടിയും നടന്ന് എടുത്ത് അത് വണ്ടി അവിടെ അടുപ്പിക്കുക. എന്നിട്ട് ലോഡിങ് വേണം. അതാണ് നല്ലത്. HIJ എല്ലാ വക മുതലുണ്ട് ഇവിടെ. മേഴ്സറസ് ആയാലും ബെൻസ്, ഓഡി, സ്കോഡ, വോക്സ്വാഗൺ, വോൾവോ എല്ലാ വക വണ്ടാറുണ്ട്. വാ ഇപ്പം ജെ ആയിട്ടുള്ളൂടാ. ഞാൻ എവിടെ എത്തി നോക്കി നിങ്ങൾ എടാ നടന്നിട്ട് ഇവിടുന്ന് ഓരോ വണ്ടികൾ എടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമായിരിക്കും. ഇതാവും തന്നെയാവും ആ സമയത്ത്. ഏതാ വണ്ടി? നീറോ തന്നെയാണ്. നീറോ ഇല്ലേ? ആ മൂലക്കൊരെണ്ണം കിടക്കണ്ടേ. നോക്കി അമർത്തുന്ന സംഭവം. ഓക്കെ കെയിൽ 2 ഉണ്ട്. അത് ഒരാളെ കിട്ടി. നീറോ പ്രാവശ്യം 4 നീറോ ഉണ്ട്. ഇവിടെക്കട്ടെ. നല്ല കാറ്റും കൂടി വന്നിട്ടുണ്ട്. പണി തരുവാണ്. തണുപ്പും കാറ്റും. കേട് വോക്സ്വാഗൻ്റെ വണ്ടി ഉണ്ടല്ലോ. വോക്സ്വാഗൻ്റെ വണ്ടി ഉണ്ട്. വോക്സ്വാഗൻ ഇവിടെ ഇങ്ങനെ ആവുക. ഗോൾഫല്ലേ ഏതാ വണ്ടി? ഇതാ ID3 ഇതാവാനാ ചാൻസ്. ഇതാണ് ID3. ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ആ ഓക്കെ ലൈറ്റും കൂടി ഇല്ല. സൗണ്ട് കേട്ടു. മറ്റേ ചെറിയ ലോക്ക് തുറക്കുന്ന സൗണ്ട് കിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റുകളുണ്ട്. ഇത് ലൈറ്റില്ല. ഇലക്ട്രിക്കാണ് സംഭവം. ഇത് മതിവാണല്ലോ. ഫോണെന്തൊക്കെ ഒരു തുറക്കണതും അതിലുണ്ട് ചാർജിങ് കേബിൾ. ആ ഫോൺ എടുത്തിട്ടില്ല ഞാൻ. ആ ഫോൺ വെച്ചിട്ടൊക്കെ ഉണ്ട് ഫോൺ എടുത്തിട്ടോ. ഇപ്പോൾ ID3 ചാർജിങ് കേബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. ഇത് 2 സാധനം വെച്ചിട്ട് ഇങ്ങനെ ഓരോ നമുക്ക് ലിസ്റ്റ് ഇങ്ങനെ തരും. മറ്റേ വിൻ നമ്പറും കാര്യമൊക്കെ വെച്ചിട്ട് വിൻ നമ്പർ ഞാൻ ചേസ് നമ്പർ വെച്ചിട്ട്. അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് ഐറ്റം ഒരു മുതലും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ ചായയോടെ ഫോർഡിൻ്റെ വണ്ടിയാണ്. ഫോർഡാണ് സംഭവം. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പല വണ്ടികൾ കിട്ടുമ്പോഴേ നമുക്ക് ലോഡിങ് ഭയങ്കര കൺഫ്യൂഷൻ ആവുക. ഇതിൽ അവിടെ ഒരു ഫോർഡിൻ്റെ വണ്ടി വരണം. അവിടെ കാണാണ്ട് ഒരു ഫോർഡിൻ്റെ വണ്ടി ഒന്നും മിണ്ടൊന്നും കൂടി ഇല്ല. ഇത് കത്തുണ്ട്, ലൈറ്റുണ്ട്. അത് കുറച്ച് കണ്ട പല വണ്ടികളാകുമ്പോൾ ഒരേ കമ്പനി വണ്ടി ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലോഡ് കയറ്റിയിട്ട് പോകാൻ പറ്റും. പക്ഷേ പല വണ്ടിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം കേട്ടോ. അവർക്ക് ഇവിടെ ചളിങ്ങിട്ടുണ്ട്. നമുക്ക് ചളിങ്ങിൻ്റെ സംഭവം. ഇതിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കണം. നോക്കിയേ ഇടിച്ചാട്ടം കയറ്റിണ്ട് കേട്ടോ വണ്ടി.
നല്ല ഇടിച്ചിട്ട് പറ്റി. ഇതൊക്കെ നമ്മൾ എടുത്ത് ഫോട്ടോ എടുത്തോണ്ട് പല ഇതൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഇതായ എന്താ വെച്ചാൽ യൂസ്ഡ് വണ്ടി ആയ കാരണം കൊണ്ട് വലിയ വിഷയമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ അവർ ഓൺലൈനിലായിട്ട് അവർ അടയാളപ്പെടുത്തി ഇത്ര വലുതൊക്കെ ആയിട്ട്. ഓക്കെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി മറ്റേ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവരായിട്ട് അങ്ങോട്ട് പോവാം. എന്നിട്ട് ഓരോരുത്തന്മാരും അങ്ങോട്ട് കൊണ്ടുവരാം. അത് നടക്കണം. സ്റ്റാർട്ട് ചെയ്യണൊക്കെ എൻ്റെ മോനെ ഓക്കെ. ഏതോ ജാമ്പവാന ഇന്ന് ചാട്ടാവില്ല കേട്ടോ. എന്താ പണി തന്നെയാണെന്ന് എങ്ങനെയായാലും ഒരു രക്ഷയില്ല. ഇത് കൊണ്ടിട്ട് കുറേ നാളായിണ്ടാവേ. ഓ ഭാഗ്യം സ്റ്റാർട്ടായി കിട്ടി. അല്ലെങ്കിൽ ഞാൻ വീണ്ടും നടന്നിട്ട് അവിടെ പോയിട്ട് ബൂസ്റ്റ് എടുത്ത് വന്ന് ഇതിന് വേണ്ടി ഒരു വട്ടം കൂടി നടക്കണം. ഈ സെക്കൻഡ് വണ്ടി എടുത്ത് കയറുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എന്തൊക്കെയോ കാണിക്കണടാ. ഇതൊന്നും ഇല്ല ഓണം. എന്താ കൂടെ കൊണ്ട് എടുത്തിട്ട് പോവാടാ. നാളെ കൊണ്ടിട്ട് പിന്നെ അടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലോഡിങ് തുടങ്ങാം. ലോഡിങ് തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്, ലോഡിങ് പൊസിഷൻ. ഓക്കെ, അതുകൊണ്ട് 8 വണ്ടിയുള്ള കാരണം കൊണ്ടേ ഈ ഇതിലേക്കും വണ്ടി വരും. അപ്പോൾ ഇത് പൊക്ക് വെക്കുകയാണെന്നൊക്കെ അതുകൊണ്ട് തന്നെ കേൾക്കേണ്ടത് അറിയില്ല. ഞാൻ ചെയ്യണമെന്ന് കാണാൻ പറ്റും വിചാരിക്കണം. ചെയ്യണതേ കാണാൻ പറ്റും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുള്ള മോഡലേ മനസ്സിലാണ്ടല്ലേ. ഇപ്പോൾ ഈ മോഡലാണ് നമ്മുടെ വണ്ടിയുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനെ ലോഡിങ് പൊസിഷനിലേക്ക് മാറ്റണം. അവിടെയുള്ള ആ വരിയിൽ കാണുന്ന 8 വണ്ടിയാണ് എൻ്റെ ലോഡ് ചെയ്യാനുള്ള വണ്ടി. 5 നീറോ ഉണ്ട്, ഒരു ഓപ്പലിൻ്റെ വണ്ടിയുണ്ട്, 2 ഒരു ഫോർഡ് ഉണ്ട്, ഒരു വോൾക്സ്വാഗൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇവന്മാരിനി നമ്മളെ ചീത്ത പറയുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് അത്രത്തോളം തന്നെ കേൾക്കാണ്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും കേൾക്കണേ. മുകളിലത്തെ പ്ലാറ്റ്ഫോം പിന്നേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മൊത്തം ലിവർ. ഇതിൻ്റെ ട്രailerൻ്റെ മാത്രമാണ് കേട്ടോ. ട്രailerൻ്റെ മാത്രം ലിവറുകളാണ് ഹൈഡ്രോളിക്ക്. ബാക്കി ട്രക്കിൻ്റെ ആ ട്രക്കിലുള്ളത്. കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല, സൗണ്ടും കേൾക്കണമെന്ന് അറിയില്ല. പക്ഷേ എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി. ഓക്കെ ഓക്കെ, വഴി ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അടുത്തത് പരിപാടി. ഓക്കെ ഓക്കെ, നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. വണ്ടി നമുക്ക് ഇവിടെ തന്നെ ഓഫ് ചെയ്യാനും സ്റ്റാർട്ടാക്കാനുള്ള സ്വിച്ചുകളുണ്ട്. അതുപോലെ ലൈറ്റ് എല്ലാ വക പണ്ടാറും അതുണ്ട്. നിയന്മാർ ഇവിടുന്ന് എടുക്കാൻ വിടുവോ ഇല്ലെന്ന് എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല. കുഴപ്പമുണ്ടാവില്ല. മഴയായാറങ്ങണ്ടേ, നല്ല കാലാവസ്ഥ. ഇപ്പോൾ വലിയ തണുപ്പില്ലെങ്കിലും നമ്മളിതപ്പോൾ നടക്കുന്ന സെൻറ്ററിൽ കൂടെ വേണം നടക്കാൻ. അല്ലെങ്കിൽ കുറേ ഹോളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
കയറുണ്ടോ ഇത്? അവിടെ കയറുന്നു, അവിടെ അപ്പോൾ ഇവിടെ ഇതൊക്കെ ഓക്കെ, വഴിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇവനെ കൂടി ഒന്ന് അഴിച്ചപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. സെറ്റ് ഓക്കെ, come on, let's do it. ഫസ്റ്റ് നമുക്ക് ടാക്കോല് ഒരു കാര്യം ചെയ്യാണ്ട്, ടാക്കോലൊന്നും മാറ്റിയില്ല, അതർ വർക്ക് മാറ്റാണ്ട്. അതർ വർക്കല്ല, ഹലോ, ഇത് മാറ്റാണ്ട്. ഞാൻ ഇത്ര നേരം റെസ്റ്റ് ഇട്ട് കയറണേ, കാരണം വെച്ചാൽ പിന്നെ ആകെ വയലേഷൻ വരും. അപ്പോൾ അത്രയും പണിയെടുക്കലായിരുന്നേ. നമ്മൾ വണ്ടി എടുത്തുണ്ടായിരുന്നല്ലോ, നമ്മൾ കാറുകൾ കൊണ്ടുവരാൻ വേണ്ടി പോയില്ലായിരുന്നേ. Oh, sorry, I don't speak only English. Did you call me? No, Magyar. I don't know Magyar. Only English. Magyar എന്ന് പറഞ്ഞാൽ ഹംഗറി ഭാഷേൻ്റെ, ഹംഗറിക്ക് വേറൊരു പേരുണ്ട്, എന്താ മാഗിയാർ സോസാലക, അങ്ങനെ എന്തൊരു സാധനമുണ്ട് ഹംഗറിക്ക് വേറൊരു പേരുണ്ട്. അപ്പോൾ നമുക്ക് നീറോയിൽ തുടങ്ങാം. ഓക്കെ അല്ലേ? ഞാനും കുറേ വിചാരിക്കണു വീഡിയോ ഒക്കെ എടുക്കണമെന്നുള്ളത്, പക്ഷേ അയ്യോ റിവ്യൂ ആണല്ലോ, കറക്റ്റാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇലക്ട്രിക്കാ, വേറൊന്നും ചെയ്യാനൊന്നുമില്ല. കിയുടെ വണ്ടികളൊക്കെ അടിപൊളി വണ്ടിയാണോ. എന്താ ഒക്കെ യൂസ്ഡ് കാർ ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങട്ടാ. ഇനിയാണ് മോനെ കളി, നിങ്ങൾക്ക് കാണാറില്ല, സൂര്യൻ അവിടെ നിന്ന് കറക്റ്റ് വരുന്നുണ്ട്. ലൈന് നോക്കിയാൽ കറക്റ്റ് ഇവിടെ പാർക്കിങ്. ഇതാണ് മെയിൻ പാർക്കിങ്, ക്ലാസ് കയറ്റുക മെയിൻ സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ ഇറങ്ങുന്നതിന് കൂടിയിട്ട് വണ്ടിക്ക് പിന്നിക്ക് വേണ്ടാവും. ഇഷ്ടംപോലെ ആക്സിഡൻറ്റ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എല്ലായിടത്തും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ട് നോക്കട്ടെ. വണ്ടി ഓക്കെ, സ്ട്രൈറ്റ് ആണ് സംഭവം. നമ്മൾ ഈ ലൈനുകൾ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടികൾ കയറ്റുക. അത് എല്ലാ വണ്ടികൾക്കും ഓരോ ലൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ കുറേയൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം കറക്റ്റല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിട്ട് ഫസ്റ്റ് രണ്ട് കാർ കയറ്റുന്നത് നമുക്ക് നിർത്താൻ ചെയ്ത സൈഡിൽ സ്ഥലം ഉണ്ടാവും. പക്ഷേ പുതിയ വണ്ടികൾ ഓക്കെ കേട്ടോ, പുതിയ വണ്ടികൾ ഇവിടുന്ന് നമ്മൾ കുറേ സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിക്കാർ ചെയ്യുന്നുണ്ട്. കാരണം ഹൈഡ്രോളിക് വെച്ചിട്ട് ബെൽറ്റ് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്കത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പരമാവധിയൊക്കെ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. ബേൽക്കടി പറഞ്ഞാൽ കുറഞ്ഞ പരിപാടിയാണ്. കയറി പറ്റാൻ വിട്, ശരിയായില്ല ഓക്കെയാണ്. പക്ഷേ മുരിടുന്നല്ലേ. ഓക്കെ കൊള്ളുന്നു ചേട്ടൻ.
ഒരു വീൽ ഹോൾ ഉണ്ടാക്കണം നമ്മൾ. കാരണം 4 മീറ്ററിൽ കൂടാൻ പാടില്ല. ഇനി ജർമ്മനി കടന്നു പോകേണ്ട കാരണം കൊണ്ട് 4 മീറ്ററിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ കയറ്റിയിട്ട് ഒരു അണക്കലുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്തായാലും 4 മീറ്റർ മുകളിൽ ചെറുതായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. 1 7 to go. ഇത് ഇലക്ട്രിക്കിനാണ് വണ്ടി ഇലക്ട്രിക്കിനാണ്. നമ്മൾ ഫോർവേഡ് ഒന്ന് പിടയ്ക്കാം. തല പുറത്തേക്കിട്ട് നോക്കണം. യെസ്, ഓക്കെ. കയറ്റി വേറെ കാര്യം മറന്നിട്ടുണ്ട്. ഇതിനകത്ത് ഹാൻഡ് ബ്രേക്ക് ആൻഡ് പാർക്കിംഗ്. ഓക്കെ, വണ്ടി സേഫാക്കി. അതിൽ നിന്ന് ചാവി എടുത്തില്ല. ചാവി എല്ലാത്തിനും ചാവി എടുക്കണം. കാരണം നമ്മൾ ചില സ്ഥലത്ത് പാർക്ക് ചെയ്യണ കാരണം കൊണ്ട് എല്ലായിടത്തും ചാവി എടുക്കണം. പക്ഷേ അപ്പം എന്തായാലും പൈന് എടുക്കാൻ നിൽക്കില്ല. ലോക്ക്, ചാവി. ഇപ്പോൾ മച്ചാൻ ഇപ്പോൾ റിവേഴ്സ് വരണം കേട്ടോ. അവിടെ കേട്ടോ ഒരെണ്ണം മച്ചാൻ കയറ്റിയിട്ട് അടുത്ത മുമ്പിൽ പട പഠിക്കും ഇങ്ങോട്ട് കണ്ടോടാ. കണ്ടോ, ആളോ ലൈൻ നോക്കിയിട്ടാണ് പഠിക്കണം. വരും പൂച്ചു എക്സ്പീരിയൻസ് ആൾക്കാരാണെങ്കിൽ ചെന്നിട്ടാണ് കയറിയ ഒന്നും നോക്കില്ല അവർ. ലൈൻ പോകണോ കറക്റ്റ് 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 ഫ്രണ്ടിൻ്റെ ഒക്കെ ഒരു നോക്കി ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം വണ്ടിയാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. ഈ ഓടി എ സീരീസില്ലേ, എ സീരീസ് ഒന്നും ഗ്രൗണ്ട് ക്ലിയറൻസിലെത്ത വണ്ടികളാണ്. A3 A4 A5 ഇത് നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. വണ്ടി കയറ്റുമ്പോൾ അടി തട്ടാൻ വളരെ ചാൻസ് അതിൽ കൂടുതലാണ്. ഒറ്റയ്ക്ക് തന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് കൂടുതലല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അതിനൊന്ന് ബാക്കിൽ വെട്ടടിക്കാണ്ട്. കാറ്റ് നല്ല തണുപ്പാ. ഇപ്പോൾ നമ്മളിങ്ങനെ താക്കണമെന്നും എല്ലായിടത്തും സമ്മതിക്കില്ല. എന്താ വെച്ചാൽ നമ്മൾ വണ്ടി സേഫ് ആക്കിയത് കാരണം കൊണ്ടാണ് ഇങ്ങനെ താഴ്ത്തുന്നത്. അവിടെ ഫ്രണ്ടിൽ ബെൽറ്റ് അടിച്ച കാരണം കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇവിടെ താഴ്ത്തുന്നത്. അല്ലാതെ നമ്മൾ ഈ മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ പോയല്ലേ അവർ ഒരു പൊടിക്ക് സമ്മതിക്കില്ല ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ എവിടെ എക്സസ് ഉള്ളതിനെ എടുക്കുക, അതിനുള്ളിൽ കയറ്റുക, അടിക്കുക. നമ്മളെ വണ്ടി 2 വണ്ടി സേഫായി. 2 നീറോ കയറിയിട്ട് നമുക്ക് ഫ്രണ്ട് കയറ്റി നമ്മൾ പൊക്ക് ചെയ്യണം. നമുക്കൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ വന്നിട്ടറിയാം. കാരണം അപ്പുറത്തെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ
നീറോ ഇപ്പോൾ അടുത്തത് നമ്മൾ recording for vlogging. Yeah. Not TikTok, YouTube. Yeah. I'm from India. Yeah. 7, 7. ഏകദേശം കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഫോൺ എടുക്കാനുള്ള പരിപാടിയാണ്. കറക്റ്റ് അല്ലേ ഒന്ന് മാറ്റും. ഫോൺ കുറച്ച് നീളമുണ്ട്. ഇത് വീല് വരുന്ന ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, എല്ലാം നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യും. ഫോഡ് ഫോഡ് വലിയ നീളമൊന്നുമില്ല അല്ലേ നമുക്കേ. ഇതിൽ കറക്റ്റായിട്ട് ഒന്നുകൂടി പഠിക്കാനുള്ളത് ഈ വീലിൽ ഫ്രണ്ടിലത്തെ വീലും ബാക്കിലത്തെ വീലും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ, എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അതും കൂടി സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയാണ്. സെറ്റായി കഴിഞ്ഞാൽ അതും കൂടി സെറ്റാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഈ ഫോഡൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ല. ഇങ്ങനെ ഈ സെക്കൻഡ്സ് വണ്ടി എടുക്കാൻ വരുമ്പോഴാണ് മാതിരി വണ്ടികളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഏറ്റവും പ്രാന്ത് പിടിക്കുന്ന പരിപാടിയായി. പക്ഷേ എന്താ വെച്ചാൽ ഇതിന് വലിയ റിസ്ക് ഇല്ല. മറ്റേന്ന് വെച്ചാൽ ഫുള്ള് റിസ്ക് ആവുക. അത് എല്ലാ ഭാഗവും മുക്കും മൂലയും ഒക്കെ നോക്കണം. ഏറ്റവും വലിയ പരിപാടി. ഒരു കാര്യം മറന്നുകൊണ്ട് ഞാൻ വീലിൻ്റെ അളവ് നോക്കിയില്ല. വീലിൻ്റെ അളവ് ആ പണ്ണാർക്ക് ഭയങ്കര ഇതാണ്. ഈ വീലിൻ്റെ അളവ് പറഞ്ഞത് ഈ വീലിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഹോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതാണ് കാര്യം. 17-ന് 7 പറ്റും തോന്നുന്നു. ഹോള് ശരിയാണെന്ന് തോന്നുന്നു. ഈ പണ്ടാറ വണ്ടി നനച്ചുള്ള വിഷയം. ക്ലച്ച് സെക്കൻഡ്സ് വേറെ ക്ലച്ച് ഉണ്ടാവില്ല. അല്ല ഹോള് തട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവനെ പിന്നെ ഇങ്ങോട്ട് വിളിക്കും. അത് കാരണം കുഴപ്പമില്ല. പണി ചെറുതായിട്ട് പാടില്ല. എന്താ ശരി ഇവൻ തോന്നിട്ടില്ല. ദൂരം പറ്റി. അപ്പോൾ നമ്മൾ തേടിലിടും, പിന്നെ ഓഫാക്കും. എന്നിട്ട് അത് നോക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. ബ്രേക്കോണാണ് എന്നിട്ട് ആദ്യം നോക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു തെരിയ മാറ്റുള്ളൂ. അപ്പോൾ സംഭവം നിങ്ങൾ വണ്ടി കയറ്റിയാൽ മതി. പക്ഷേ വലിയ കുഴപ്പമില്ല. എന്താ മറ്റേ വണ്ടി വരുമ്പോൾ അപ്പോൾ 7 നമുക്ക് ആവശ്യമില്ല. അടി തീരത്തില്ല. നമുക്ക് അതിലേക്ക് 7ലേക്ക് വീഴുമ്പോഴേ ചിലപ്പോൾ മുട്ടും, അടി മുട്ടും. നമ്മൾ എന്ത് ചെയ്യും, 6 ഇടും. എന്നിട്ട് എത്രത്തോളം നമുക്ക് കയറാണ്ട് കഴിഞ്ഞാൽ കയറണം അല്ലേ. 6 ഇട്ടിട്ട് ഇതിനെ ഒന്നവിടെ കയറ്റുക, ഇതിനെ ഒന്നുകൂടി കയറ്റടാ. അതാണ് പരിപാടി. അപ്പോൾ മറ്റേ ഇതിൽ കറക്റ്റാകും. ആറിടുന്നു. നമുക്ക് വണ്ടി സ്ഥിരം വണ്ടിയില്ലാത്ത കാരണം കൊണ്ടാണ് കറക്റ്റായിട്ട് അളവറിയാത്തത്. സ്ഥിരം വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അളവറിയാം. അപ്പോൾ മൊത്തം ചേർത്ത് ഇപ്പോൾ ഇതിന് ഗ്ലാസ് കുറവാണ്. ഓക്കെ അതങ്ങനെ ചെയ്യാൻ നല്ലത്. അതാണ് നമ്മുടെ എളുപ്പം. ഏകദേശം 3, 6, 7
3 4 7 നോക്കാം. ട്രൈ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലും കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും മാറ്റും. ഏകദേശം സെറ്റാണ്. അപ്പോൾ നോ പ്രോബ്ലം. എന്നിട്ട് സേഫ് ഒരു ഗ്ലാസ് കൊണ്ടേക്ക്. ഓക്കെ, This one. It's open. Okay. എന്താ പറ്റിയറിയില്ല, ആളെന്തോ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഫൺ ഇക എന്തോ പറ്റിയിരുന്നു. This one. Okay. ബോണറ്റ് തുറക്കാൻ പറ്റില്ല, വണ്ടി ചാട്ടാണ്ടാവില്ല. അതാവും മിക്കവാറും. കയ്യിൽ വേണോ? ഓക്കെ. ഇതിൻ്റെ മറ്റേ സൂര്യ അവിടെ. Thank you. It's okay? Okay, thank you very much. Okay, it's okay. I'm sorry. It's okay, no problem. ഓക്കെ, നമ്മുടെ അല്ല ഒരു തരി വ്യത്യാസമുണ്ട്, അത് നമുക്ക് പിന്നെ പിന്നേക്ക് വയ്ക്കാം. നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇതിനെ സേഫ് ആക്കുക, ഒരു ബെൽറ്റ് ഇട്ട് പിന്നെ സേഫ് ആക്കുക. ഇതിന് നമുക്ക് എൻ്റെ ആവശ്യമില്ല, കാരണം ക്ലിയറൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മൾ വീൽ ചോക്ക് എന്ന് പറയട്ടെ, നാട്ടിൽ അട വയ്ക്കുക, അടുത്ത് വെച്ചാലേ അത് അടി എപ്പോഴാണ് അടി തട്ടും. നമുക്ക് ഓൺലി ബെൽറ്റ് മാത്രം പഠിക്കാം. ലൂസയ്യോ ഇല്ല. ഓക്കെ, വെച്ചു കുഷാക്കി റെക്കോർഡാവുണ്ടോ ആവോ? അല്ല, ഫോൺ ഇപ്പോൾ വെച്ച് അയ്യോ ഏതൊരു കാറിൽ ഫോൺ വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി മറന്നുപോയി. പോവാത്ത കാരണം കുഴപ്പമില്ല, കൂടെ ഉണ്ടാവും വിചാരിക്കണം. കുഷാക്കി കായന്ന് വയ്ക്കുക. കുഷാക്കിക്ക് ഞാൻ അത് നിറം എടുക്കാന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ കുഷാക്കി ഉണ്ട് അതിനെക്കാട്ടി വലുത്. അപ്പോൾ കുഷാക്കിക്ക് ഇവനെ മൊത്തം എടുത്തിട്ട് പറയാം. ഈ മാനിന് വേണ്ടി ഞാൻ പണ്ടാണ് കേട്ടാൻ പറ്റും. ഓടി അങ്ങോട്ട് പോവുക, എങ്ങോട്ട് ഓടി പോവാ? ഓഫായ എന്തൊരു കഷ്ടാവക്കി. അല്ല, ഇതാണ് ഇതിൻ്റെ ഈ പണ്ടാർത്തിൻ്റെയൊക്കെ പ്രശ്നം. സ്റ്റാർട്ടാവില്ല. ഇതൊന്ന് ചാർജിലേങ്ങ. എൻ്റെ പരിപാടി കഴിഞ്ഞ്, പക്ഷേ കുറച്ചുകൂടെ ഫ്രണ്ടിൽ കാണാം, നടക്കില്ല. അതില്ല, എന്നാ പ്രശ്നം? നീ പുല്ലിനെ ആ മരത്ത് മറ്റേ സാധനം വേണ്ടി വാങ്ങിച്ചിട്ട് പോയിട്ട്
ആക്കണം ഇവിടെ അമ്മാവൻ അമ്മാവോട് കൊണ്ടാക്കാൻ വരിക അമ്മാവ എന്നൊരു കാര്യം നടക്കുള്ളൂ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ സമയം നിങ്ങൾ നോക്കും കിട്ടുമോ പറഞ്ഞാൽ മതി ജസ്റ്റ് 1 minute ഓക്കെ Do that. ഓക്കെ അല്ല നമ്മൾ ചെയ്തു കൊടുത്ത സഹായത്തിനാണ് നമുക്ക് കിട്ടുന്നത് every car flat battery Yeah, yeah. Starting. ഓക്കെ ഞങ്ങൾക്കിപ്പോൾ നേരത്തെ സഹായം ചെയ്ത് കൊടുത്തപ്പോഴാണ് ആള് നമുക്ക് വേണ്ടിയിട്ട് താങ്ക് യു Okay, nice. താങ്ക് യു ഇതാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരാൾക്ക് സഹായം ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ നമുക്കിത് കിട്ടണം അപ്പോൾ ആ ഒരു സഹായം മൂപ്പര് അത് മതി ഈ കണക്കാൻ ഓണം ഞാൻ രണ്ടാമത്തെ വണ്ടിയിൽ ഞാൻ വെച്ചിട്ട് പോകും അത് കയറി എടുക്കണം എട്ടിടാം ഇവിടെയാണ് കളി ബെൽറ്റ് അടിക്കുക എന്നിട്ട് നമുക്ക് മുന്നോട്ട് വലിക്കണം ടയറൊക്കെ റെക്കോർഡ് ആവുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഉണ്ട് ചോപ്പ് കാണാണ്ട് നമ്മൾ എന്നാലും നല്ല ക്ലൈമറ്റാ ഇല്ല ഇല്ല പിന്നെ ബാക്കിലെ ട്രെയിലർ ഭാഗം കൊടുക്കാനുള്ള സാധനം ഉണ്ടോ ഇവിടുത്തെ എല്ലാ കാറുകൾക്കും ആ സാധനം ഉണ്ടാവും എന്തായി നമുക്ക് ബാക്ക് കറക്റ്റായി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല പ്രൊഫഷണൽ ലുക്ക് വന്നിട്ടില്ല വെച്ചിട്ട് നമുക്ക് ശമ്പളം കണ്ടിരിക്കുന്നുണ്ടാവും അത് എപ്പോഴും പരമാവധി ഇപ്പം നാക്കെടുത്തൊരു വായി കിട്ടുള്ളൂ ക്ലൈമറ്റിൻ്റെ കാര്യം അതാ പോയി ഓക്കെ നാളെ വേണ്ടി ഓക്കെ കിടക്കണ കിടക്കണ്ട മഴ പെയ്യോന്ന് നോക്കണം ഫിനിഷ് അങ്ങനെ വരൂ ഞാൻ 2 വണ്ടി ഇറക്കാണ്ടാകും അതിൽ ഒരു വണ്ടി സ്റ്റാർട്ടാവാത്ത കാരണം കൊണ്ട് അതും ബുദ്ധിമുട്ടായി സമയം പോയി 12:30 മണിയായി ഇനിയിപ്പോൾ നമ്മുടെ അംഗം ലോവർ ഡെക്കിലേക്കുള്ള പരിപാടി കേട്ടോ ലോവർ ഡെക്ക് ക്ലിയർ ചെയ്യണം അതിന് മുന്നേ എനിക്കെൻ്റെ ഫോൺ എടുക്കണം ഈ ഇടുന്ന സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടില്ലോ നല്ല ടഫിക്കുന്ന സ്ഥലം അത് വണ്ടി ഇറക്കണം എന്താ നാവെടുത്ത് വളച്ച പൊന്നായിട്ട് എല്ലാം പണി പാളി ഗൈസ് മഴ പെയ്തു ഇപ്പം പറഞ്ഞോളൂ എന്താ ചെയ്യാം ഇപ്പം മഴയത്ത് പഠിക്കണം അപ്പോൾ നമ്മുടെ കീ ബോക്സ് നീറോ നീറോ നമുക്ക്